ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാനിപൂരിയാണ്. നമുക്കെന്നൊരു ഹോം മെയ്ഡ് പാനിപൂരി ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. ഇതിന് ഞാൻ ഒരു ബൗള് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു ബൗള് റവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഗ്രീൻ ചട്നിക്ക് എന്തൊക്കെ വേണമെന്ന് പറയാം. ഒരു പിടി പുതിനയില, ഒരു പിടി മല്ലിയില, 2 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, ഒരു നാരങ്ങയുടെ നീര്, 1-2 നാരങ്ങയുടെ നീര്. പിന്നെ ഇത് ഞാൻ ചാട്ട് മസാല ഉപയോഗിച്ചല്ലാട്ടോ ഇവിടെ ചെയ്യുന്നത്. ഇത് ഞാൻ ഉലുവയും നല്ല ജീരകവും കൂടി വറുത്ത് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് ഒരല്പം ചേർക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഗ്രീൻ ചട്നിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ആ റെഡ് ചട്നിക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. പുളിവെള്ളം, വാളംപുളി പിഴിഞ്ഞ വെള്ളം, ശർക്കര പാനി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, പിന്നെ വേണ്ടത് ഉലുവയും ജീരകവും പൊടിച്ചത്. പിന്നെ നമുക്ക് ഈ പൂരി ഫില്ല് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് സവാള ചെറുതായി അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തത്, പിന്നെ മിക്സ്ചറിൻ്റെ ആ ഒരു ഭേലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് സേവനാഴിയിലിട്ട് ആ മിക്സ്ചറിൻ്റെ ആ ഒരു ഇത് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഈ കടലമാവിലേക്ക്. എന്നിട്ട് ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ കുറച്ചൊന്ന് ഇവിടെ ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഒന്ന് പീച്ച് കൊടുക്കണം. ഇത് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സേവനാഴിയിലുള്ള മാവ് നമുക്കിതിലേക്ക് ഒന്ന് പീച്ചി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇതുപോലെ ഞാൻ പീച്ചി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കിയെടുക്കാം. മല്ലിയില, പുതിനയില, ഇഞ്ചി ഒരു പീസ്, 2 പച്ചമുളക്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കൂടുതൽ എടുക്കാം കേട്ടോ. ഇത് ഞാൻ ഉലുവയും നല്ല ജീരകവും വറുത്ത് പൊടിച്ചത് ഒരല്പം ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. ഇതിലിങ്ങനെ നമ്മൾ അരച്ചതിൻ്റെ ആ ഇലയുടെ അംശങ്ങളൊക്കെ കാണും, കണ്ടോ? അപ്പോൾ ഇതൊന്ന് ശരിക്ക് അരിച്ചെടുക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ടോ, ഭേലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് നമുക്ക് ആ പൂരിയുടെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഇതൊന്നും ഉപയോഗിക്കാതെ വെറുതെ ആ പൂരിയിലേക്ക് ഈ ഗ്രീൻ ചട്നിയും റെഡ് ചട്നിയും കൂടെ ചേർത്തിട്ട് പാനിപൂരിയായിട്ട് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് റെഡ് ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട്
ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പോളം പുളിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര പാനി എടുത്തത് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊഴിച്ചാൽ മതി, ഒരുപാടൊന്നും ഒഴിക്കണ്ട. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ഉലുവയും നല്ല ജീരകവും പൊടിച്ചത് അതും ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ. ഇനി ഇത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് ഒന്നൊരു 10 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. ഇത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് പൂരിയുടെ മാവ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പൂരി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പാത്രം മൈദ ഇട്ട് കൊടുക്കാം. സെയിം അളവ് തന്നെ ആയിരിക്കണം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇത് കുഴയ്ക്കാനെടുത്തിരിക്കുന്ന ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ. ചെറു ചൂടുവെള്ളമായിരിക്കണം. നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് മാവ് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാനും കിട്ടും കേട്ടോ. ഇതിൻ്റെ ഈ പാനിപൂരിയുടെ പൂരി നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും കേട്ടോ. നമുക്ക് ഇവിടെ എൻ്റെ സ്ഥലത്തൊന്നും അവൈലബിൾ അല്ല, എറണാകുളത്തൊക്കെ കിട്ടും. മാവ് ഇപ്പം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ റവയും മൈദയും കൂടെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ കുഴച്ച് വെച്ച മാവ് ഞാൻ ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് പരത്തിയെടുക്കാൻ പോവുകയാണ്. ഇത് നല്ലപോലെ കനം കുറച്ച് പരത്തിയെടുക്കണം. ഇതിൽ നല്ലപോലെ കനം കുറച്ച് പരത്തിയെടുക്കണം. ഇതിൽ റവയും മൈദയും റവ ചേർന്നിട്ടുള്ളത് കൊണ്ട് ഇച്ചിരി ടെമ്പർ ഉണ്ട് ഇത് പരത്താൻ. എന്നാലും നല്ലപോലെ കനം കുറച്ച് പരത്തിയെടുക്കണം. ഇതിപ്പോൾ നമ്മൾ കനം കുറച്ച് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു അടപ്പ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടാലാണ് നല്ല പൊന്തി വരുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയ്ക്ക് ചൂട് കുറവാണെങ്കിൽ ഒന്നും ഇതുപോലെ പൊന്തി വരില്ല. അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഇതുപോലെ നല്ല പൊന്തി വരും. ഇത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ക്രിസ്പ്നെസ് കിട്ടൂല. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരെണ്ണം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കാം. കുറച്ച് സവാള അരിഞ്ഞത് വെച്ച് കൊടുക്കാം. കുറച്ച് ഈ വേൽ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ റെഡ് ചട്നി കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി ഗ്രീൻ ചട്നി ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പാനിപൂരി ഇവിടെ കറക്റ്റ് റെഡിയാണ്. നല്ല ടേസ്റ്റാണ്.
ഇതിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഈ കടയിൽ നിന്നൊക്കെ വാങ്ങി കൊടുത്ത് പിള്ളേർക്ക് ഇനി ഹെൽത്തിന് എന്തെങ്കിലും ഫുഡ് പോയ്സണോ അങ്ങനെ എന്തെങ്കിലും വരും എന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എനിക്ക് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പാനിപൂരി ഞാൻ കഴിക്കാൻ പോവാം കേട്ടോ. ബൈ ഫ്രം അൻസൂസ് കിച്ചൻ.